ശരി, നിജേഷ് അരവിന്ദ്, ഇവിടെ വരുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇവിടെ തോൽവി ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കുക ഇടതുപക്ഷത്തേക്കാൾ അത് കോൺഗ്രസിനെ ആയിരിക്കും, UDF-നെ ആയിരിക്കും എന്നാണ്. നിങ്ങൾ ഇപ്പോഴും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഭരണത്തിലേറും എന്ന്. ഇനി അഥവാ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അതിനെ നേരിടാനും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? അഥവാ എന്നുള്ള ക്വസ്റ്റ്യൻ നിജേഷ് എടുക്കുന്നില്ല. അല്ല, ഞാൻ എടുക്കാത്തത് കൊണ്ടല്ല നിഷാദേ. 10 വർഷക്കാലം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. ഇന്ന് ഞങ്ങൾ 7 ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, തർക്കമില്ലല്ലോ. 70% ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് ഞങ്ങളാണ്, തർക്കമില്ലല്ലോ. 65% ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും ഭരിക്കുന്നത് ഞങ്ങളാണ്, തർക്കമില്ലല്ലോ. 10 വർഷക്കാലം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും ഒരുതര അധികാരവും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ തിരിച്ചു വന്നതല്ലേ? നിങ്ങൾ എപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ല എന്ന്. ദയവ് ചെയ്ത് അത് ആവർത്തിക്കും. ഞങ്ങളുടെ ആണയിട്ട് പറയാൻ ഞങ്ങൾക്ക് യാതൊരു ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ KSUക്കാര് അധികാരം കാണാത്തവരാണ്. ഞങ്ങൾക്കിപ്പം വളർന്നു വന്ന് ജയിലിലേക്ക് പോയ KSUക്കാർ എന്ന് പറഞ്ഞാൽ അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ അവൻ അധികാരം കണ്ടിട്ടില്ല. അവനാണ് വീണ ജോർജിനെ തടയുന്നത്. നേരത്തെ അധികാരം ഉപയോഗിച്ച ആളുകളല്ല തടയുന്നത്. നേരെ തിരിച്ച് നിങ്ങൾ അപ്പുറത്തു കൂടി പരിശോധിക്കേ. ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കുന്നു. DYFI എന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ എപ്പോഴും പറയാറ് CPM-ൽ 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടക്കുന്നു, പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നു എന്ന്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക്, യുവജന സംഘടനയ്ക്ക്, CPM-ന്റെ സംഘടനാ സമ്മേളനം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നിങ്ങൾ മറുപടി പറ. ഇന്ന് പുനഃസംഘടന നടക്കുക, നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക, വില്ലേജ് കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഏരിയ കമ്മിറ്റി ഉണ്ടാക്കുന്നു. എല്ലാം നോമിനേഷനിലൂടെയാണ്. 10 വർഷക്കാലം അധികാരം ഉണ്ടായിരുന്നിട്ടും എല്ലാ സംവിധാനം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് CPM-ന്റെ യുവജന സംഘടനയ്ക്ക് സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി എന്നുകൂടി നമ്മൾ പരിശോധിക്കണ്ടേ? അധികാരമില്ലാത്ത കോൺഗ്രസിനെ വിട്ടേക്ക്, യൂത്ത് കോൺഗ്രസിനെ വിട്ടേക്ക്, KSUവിനെ വിട്ടേക്ക് അധികാരം ഉണ്ടായിട്ടും. രണ്ടാമത്തെ കാര്യം, അധികാരമില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, കോൺഗ്രസ് ഇല്ലാതായി പോകും എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ ഏകദേശം 80% സംസ്ഥാനങ്ങളിലും ഇന്നും കോൺഗ്രസ് ശക്തമാണ്. 31%. കഴിഞ്ഞ തവണ ഞങ്ങളുടെ വോട്ട് പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ 31% വോട്ടുമായി ഗുജറാത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. CPM-ന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും ശക്തിയായ, പണ്ടൊക്കെ നമ്മളൊരു പൊതുയോഗത്തിന് പോകുമ്പോൾ അവിടെ എഴുതി വെക്കുമായിരുന്നു കേരളത്തിന്റെ ബംഗാളിലേക്ക് സ്വാഗതം. 3.5 പതിറ്റാണ്ട് ഭരിച്ച ബംഗാളിനകത്ത് CPM-ന് കേഡേഴ്സ് ഇല്ല, ത്രിപുരക്കകത്ത് കേഡേഴ്സ് ഇല്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? ഞാനതിനെ വില കുറച്ചുകൊണ്ടല്ല പറയുന്നത്. ഇന്ന് CPM എന്ന ലെഫ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി CPM-ന്റേത് കേരളത്തിൽ നിന്നാണ്, DYFI-യുടേത് കേരളത്തിൽ നിന്നാണ്, SFI-യുടേത് കേരളത്തിൽ നിന്നാണ്, KSKTU-വിന്റേത് കേരളത്തിൽ നിന്നാണ്, CITU-വിന്റേത് കേരളത്തിൽ നിന്നാണ്. എല്ലാ പോഷക സംഘടനകളെയും അഖിലേന്ത്യാ നേതൃത്വം തമ്പടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോർണർ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് ബംഗാളിൽ പാർട്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ത്രിപുരയിൽ പാർട്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്നില്ല? അതുപോലെ കേരളത്തിൽ സംഭവിക്കുമെന്നാണോ കേരളത്തിൽ അത്ര ദുർബലമായ പേരുള്ള ഒരു പാർട്ടിയാണ് CPM എന്നാണ് അജിംസ് ഞാൻ ഒറ്റ അടിവരയിട്ട് പറയുന്നു, സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ തവണ ഈ 10 വർഷക്കാലം കൊണ്ട് 100-ലധികം സഹകരണ ബാങ്കുകളാണ് പോലീസിൽ ഉപയോഗിച്ച് CPM പിടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ടത് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് CPM പേടിക്കേണ്ടത്. മറിച്ച് ജനാധിപത്യത്തിലൂടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ CPM-ന് ജനാധിപത്യത്തിലൂടെയുള്ള തുടർച്ച ഉറപ്പാക്കാൻ